നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണിന്റെ രോഗികളൊന്നും ആശുപത്രിയിലേക്ക് പോകണ്ടാന്ന്. ഈ ഒരു ആശുപത്രി അങ്ങനെ തന്നെ പറന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലിനിക്ക് അങ്ങനെ പറന്ന് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടി കൊണ്ട് എങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ നന്നാവുക? ഇത് നമ്മളൊരു വെർച്വൽ ക്ലിനിക്കാണ്, ശരിക്കും മൊബൈൽ ക്ലിനിക്ക്. നമ്മൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ എമർജൻസി വിഭാഗത്തിൽ ചെയ്യുന്നോ അതിൻ്റെ ഒരു 75-80% നമുക്ക് വീടുകളിൽ ചെയ്ത് പേഷ്യന്റിനെ ഉടനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെ ടെസ്റ്റുകൾ അതിൽ ചെയ്ത് കിട്ടുക? ടെസ്റ്റുകൾ നമ്മൾ CBC, അത് കൗണ്ടുകളൊക്കെ നോക്കാനായിട്ടും ബയോകെമിസ്ട്രി അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ഇപ്പൊ ഏതൊക്കെ ജില്ലകളിൽ അതിന്റെ സൗകര്യം ഉള്ളത്? കോട്ടയത്തുണ്ട്, എറണാകുളം ഉണ്ട്, പിന്നെ ഇടുക്കിയിലുണ്ട്. അപ്പൊ ഈ 3 ജില്ലകളിലാണ് ഇതിന്റെ ഒരു സേവനം ഉള്ളത്. ഇതിന്റെ ഉള്ളിലേക്ക് നോക്കിയേ, ഒരു ലാബിൽ പോയി കാണുന്ന അതേ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടാ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന മെഷീനാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മളിപ്പോ ഇവിടെ ചെയ്ത് കൊടുക്കുക? അപ്പൊ എത്ര സമയം കൊണ്ട് വരെ കിട്ടുന്നത്? ഏറ്റവും അസേർലി പോസിബിൾ ആയിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്ത് കൊടുക്കുക അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു രോഗി, അതായത് ഇപ്പൊ വിളിക്കുകയാണ് ഒരു വീട്ടിൽ നിന്ന്, മിക്കവാറും മക്കളൊക്കെ ഗൾഫിലായിട്ടുള്ളവർക്ക് ഒരു കിടപ്പ് രോഗി എന്തായാലും ഒരു വീട്ടിലുണ്ടാവും. കൂടുതൽ നമുക്ക് റൂട്ട് മാപ്പ് ഇട്ട് തരും. എന്നിട്ട് വിളിച്ചിട്ട് പറയും ഇന്ന സ്ഥലത്തുണ്ട്, ഞങ്ങൾ മാപ്പ് ഇട്ട് തന്നേക്കാം, അത് വരാൻ പറയും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെല്ലാറുണ്ട്. അപ്പൊ അവർക്ക് നമ്മളെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് മക്കൾക്ക് അയച്ചു കൊടുക്കും. അവര് കാണുന്ന ഡോക്ടേഴ്സിന് അവർ അയച്ചു കൊടുക്കും. എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ചികിത്സ. തീർച്ചയായിട്ടും. അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും സംഭവം നമ്മളെ എല്ലായിടത്തും നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം തൊടുപുഴയിലാണെങ്കിൽ ഹോളി ഫാമിലി ഹോസ്പിറ്റലുമായിട്ടാണ് ടൈപ്പ് ആയിരിക്കുന്നത്. നമ്മളിവിടെ MKM പ്രവർത്തന ഹോസ്പിറ്റലുമായിട്ടാണ് ടൈപ്പ് ആയിരിക്കുന്നത്. ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ പറയുന്ന സിറ്റികളിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാം ഒരാൾക്ക് പെട്ടെന്നൊരു തളർന്നു വീഴുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിക്കുക, നിങ്ങളായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എത്തും. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ആംബുലൻസിൽ കയറ്റി വിടും. അതെ അല്ലേ? ഇപ്പൊ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധാരണ ഹോസ്പിറ്റലിൽ വരുന്ന പൈസ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാ? അല്ല, അത് അത്രയൊന്നും ആകത്തില്ല. കാരണം തന്നെയല്ല, കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആൾക്കാർക്ക് അവിടെ ചെന്ന് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുക. പിന്നെ കമ്പാരിറ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും ചാർജ് ആകുന്നില്ല. ഒരു ഡോക്ടർ പിന്നെ ആരൊക്കെയാ ഈ ഒരു വണ്ടിയിൽ ഉണ്ടാവുക? ഒരു നേഴ്സ് ഉണ്ടായിരിക്കും, ഒരു ലാബ് ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും, ഡോക്ടർ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എന്താ പറയാ, മക്കൾക്ക് അച്ഛനമ്മമാരെ ആശുപത്രി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ പെട്ടെന്ന് തളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്ന അറിയാണ്ട് പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വണ്ടി എന്ത് തന്നെയാലും ഉപകാരം. എന്തായാലും ഇത് കേരളം മുഴുവൻ അങ്ങനെ പടർന്ന് പന്തലിക്കട്ടെ. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സംരംഭത്തിന്റെ സാരഥികൾ ഇവിടെയുണ്ട്. പേരെന്ന് പറയാമോ? പേര് ആന്റണീസ്. അതായത് ഇപ്പൊ ഇത് 3 ജില്ലകളിലുള്ളൂ. അപ്പൊ ഇത് കേരളം മുഴുവൻ അങ്ങോട്ട് പടർന്ന് പന്തലിക്കട്ടെ. അവര് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്റെ സഹായത്തെ പറ്റി പറഞ്ഞു തന്നു. ബാക്കി എന്തൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ? ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞിട്ടുണ്ട് അവര്. പിന്നെ നമ്മൾ പറയാനായിട്ടുള്ള കിടപ്പ് രോഗികളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും എല്ലാത്തരം രോഗികൾക്കും നമ്മളെ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻസ്, അവരുടെ സ്റ്റാപ്ലർ റിമൂവൽ നമ്മൾ വീടുകളിൽ കൂടെ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സാധാരണ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മൾ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് അത് മാത്രമല്ല, കിടപ്പ് രോഗികൾ മാത്രമല്ല, നമ്മൾ സാധാരണ നമുക്കൊരു പനി വന്ന് വിചാരിച്ചു, നമ്മൾ വീട്ടിൽ ചുരുണ്ടുപിടി കിടക്കും. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ലൈൻ നിന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണുന്നു. അപ്പം ഡോക്ടർ പറയുന്നു ബ്ലഡ് റിപ്പോർട്ട് എടുക്കാൻ പറയുന്നു. അപ്പോൾ നമ്മളൊരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ നമ്മൾ കഷ്ടപ്പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമ്മളെ പെട്ടെന്ന് വിളിക്കാം. നമ്മളപ്പം ഓടിച്ചെന്ന് നമ്മൾ ഡോക്ടറെ കൺസൾട്ടേഷൻ കൊടുത്ത് അവിടെ തന്നെ ബ്ലഡ് റിപ്പോർട്ടും കൊടുത്ത് പിന്നെയും കയറി കിടന്നുറങ്ങാം. പിന്നെ കാര്യം പറയുന്നത്, എത്ര സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും? നമുക്കൊരു വിത്തിൻ 1 മിനിറ്റ് നമുക്ക് നമ്മുടെ റിസൾട്ട് അറ്റ് എ ടൈം, നമ്മളിപ്പോൾ ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പം അതേ ടൈമിൽ ഒരു കോപ്പി ഡോക്ടർക്ക് പോകും, ഒരു കോപ്പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും, ഒരു കോപ്പി ഇമെയിലിലേക്ക് പോകും. ആർക്കൊക്കെ അയച്ചു കൊടുക്കണം അവർക്കെല്ലാം പോകും. ഈ ഒരു വണ്ടിന്ന് പോകും. ഇതിന്റെ ഒരു സംഭവം നോക്കിയാൽ കാണുമ്പോൾ ഒരു വണ്ടിയാണെങ്കിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ലാബിന്റെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. അതെ. പിന്നെ വേറൊരു ഫെസിലിറ്റി ഉള്ളതെന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ പാരാമെഡിക്കൽ ടീം പേഷ്യൻ്റെ അടുത്ത് ചെല്ലുന്നു, നമ്മുടെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ടൈമിൽ മർമറിങ്ങും ECG ഉൾപ്പെടെ ഡോക്ടറുടെ EMR കിട്ടും. ചെല്ലും. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി സഹായമാവൂലേ? അതെ. പിന്നെ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡോക്ടർ ഉൾപ്പെടെ വീടുകളിലേക്ക് ചെല്ലുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഞാൻ പറയുന്നത്, പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ ഒരു സ്റ്റേജ് വന്നാലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി, അപ്പം നമുക്ക് എത്രത്തോളം വണ്ടികളുണ്ട്? ഇപ്പം നമുക്ക് 6 വണ്ടികളാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം ഈ 6 വണ്ടികൾ നമ്മൾ ഈ 2 വണ്ടി വീതം നമ്മളിപ്പം ഓരോ സ്ഥലത്തും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഏതെങ്കിലും സ്ഥലത്ത് കിട്ടും അല്ലേ? കിട്ടും. നമ്മുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ഒരു വണ്ടി ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും ഉണ്ടാകുന്നത്. അടുത്ത വണ്ടി അടുത്ത 10 കിലോമീറ്ററിലായിരിക്കും. അപ്പം ഒരു പേഷ്യൻറ്റ് വിളിക്കുമ്പോൾ നിയറസ്റ്റ് വണ്ടി
വന്നിരിക്കും. എത്താല്ലേ എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരു സാധ്യത ആളുകൾക്കൊക്കെ തോന്നി പൈസയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് കൂടുതൽ ഉണ്ടാവുമോ? ഇല്ല, നമ്മളിപ്പം ഹോസ്പിറ്റലിൽ പോകുന്നതിന് നമുക്കൊരു ചിലവ് വരുമല്ലോ. അതുപോലെ അവിടെ ചെന്നിട്ട് ഡോക്ടർക്ക് കൊടുക്കേണ്ട ഫീസ് അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് ഇതെല്ലാം ഉണ്ടാകും. ആ ടെസ്റ്റ് പ്ലസ് നമ്മുടെ ഒരു വണ്ടി ചാർജ് അത്രേ വരുള്ളൂ. അത്രേ വരുള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും ഉപകാരമാണ് കേട്ടോ. കാരണം നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ തന്നെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യാനോ ആയിരിക്കും പോവുക. പക്ഷെ ഒരു ദിവസം ഫുള്ളായിട്ട് പോവും. പക്ഷെ ഈ ഒരു സൗകര്യം ഇപ്പോൾ 3 ജില്ലയിലുള്ളൂ. ആ ഒരു വിഷമം കൂടി ഉണ്ട്. അപ്പോൾ കേരളം മുഴുവൻ അങ്ങോട്ട് പടർന്ന് പന്തലിക്കട്ടെ. വേറെ എന്തെങ്കിലും പറയണ്ട? അല്ല, ഞങ്ങൾക്ക് കേരളം മുഴുവൻ ഇതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്കഷൻ നടക്കുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതെന്തെങ്കിലും പറയാണ്ട? കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഇവർക്കൊരു ടീമുണ്ട്, എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. അപ്പൊ എന്തായാലും ലീഗിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട് കേട്ടോ. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ റെക്കഗ്നിഷൻ കിട്ടിയ ഒരു കമ്പനിയാണ്. റീസെൻ്റ്ലി ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ മോഡിയുടെ ഒരു കോൺഫറൻസിൽ ഞങ്ങൾ പങ്കെടുത്തു ഡൽഹി വെച്ചിട്ട്. ആ പ്രോഗ്രാമിൽ വെച്ച് സ്റ്റാർട്ടപ്പ് ഇന്ത്യ റെക്കഗ്നിഷൻ കിട്ടുകയും ഗവൺമെൻറ് എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പോവുകയാണ്. നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പല ആൾക്കാർ അവിടുന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ആവട്ടെ, ഇതിപ്പോ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവാവട്ടെ. ഒരു മനുഷ്യന്റെ ജീവന്റെ വില എന്ന് പറയുന്നത് ലോകത്തേക്കാളും വലുതാണ്. അപ്പൊ അതിലപ്പുറത്തേക്കായിട്ടൊന്നുമില്ല. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.